നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ കമ്പനിയായ BEML-ൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. കേന്ദ്ര സർക്കാർ കമ്പനിയായ BEML ഇപ്പോൾ ITI ട്രെയിനി, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ യോഗ്യതയുള്ളവർക്ക് മൊത്തം 100 ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. കേന്ദ്ര സർക്കാർ കമ്പനിയായ BEML-ൽ ജോലി ഒഴിവുകൾ. തസ്തികയുടെ പേര് ITI ട്രെയിനി, ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനി. ഒഴിവുകളുടെ എണ്ണം 54. ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനി 46. ശമ്പളം ITI ട്രെയിനി 15,000 തൊട്ട് 20,000 രൂപ വരെ. ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനി ശമ്പളം 16,900 രൂപ മുതൽ 60,650 രൂപ വരെ. പ്രായപരിധി ITI ട്രെയിനി 32 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ. ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനികൾ 32 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത. തസ്തികയുടെ പേര് ITI ട്രെയിനി. വിദ്യാഭ്യാസ യോഗ്യത NAC. ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനികൾ ഗ്രാജുവേറ്റ് ഡിഗ്രി. അപേക്ഷാ ഫീസ്. കാറ്റഗറി UR, OBC, EWS ആൻഡ് ഫീമെയിൽ അപേക്ഷാ ഫീസ് 200. SC/ST നിൽ. PWBD നിൽ. കേന്ദ്ര സർക്കാർ കമ്പനിയായ BEML-ൽ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കാം? കേന്ദ്ര സർക്കാർ കമ്പനിയായ BEML-ൽ ട്രെയിനി, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. അത് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അതിനുശേഷം അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 4 വരെ. അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ ഉറപ്പുവരുത്തുക. അപേക്ഷാ ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുക്കുക. കൊച്ചിൻ പോർട്ട് അതോറിറ്റി IT ഓഫീസർ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. വിശദവിവരങ്ങൾ. ഒഴിവ് 2. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. പരിചയം 2 വർഷം. പ്രായപരിധി 35 വയസ്സ്. ശമ്പളം 58,000 രൂപ. ഇമെയിൽ വഴി അപേക്ഷ നൽകാം. അപേക്ഷ അയക്കേണ്ട അഡ്രസ് സ്ക്രീനിൽ കൊടുക്കുന്നു. അവസാന തീയതി സെപ്റ്റംബർ 13. വിശദ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് സന്ദർശിക്കുക. കേരള സർക്കാർ സ്ഥാപനമായ ഓഡെപെക് വഴി ജോർദാനിലെ ഒരു പ്രശസ്ത ഫാഷൻ വ്യവസായ ഗ്രൂപ്പ് തയ്യൽ ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി ഇൻ്റർവ്യൂ നടത്തുന്നു. വിശദമായ വിവരങ്ങൾ. ഒഴിവ് 100. യോഗ്യത 10ാം ക്ലാസ്. പരിചയം 3 വർഷം. പ്രായപരിധി 35 വയസ്സ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. ശമ്പളം 125 ജോർദാനിയൻ ദിനാർ. താമസം, ഭക്ഷണം, ഗതാഗതം, വിസ, വിമാന ടിക്കറ്റ് എന്നിവ കമ്പനി നൽകുന്നതാണ്. ഇമെയിൽ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31. വിശദ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് സന്ദർശിക്കുക. ഇമെയിൽ ID സ്ക്രീനിൽ കൊടുക്കുന്നു. കേരള സർക്കാർ തൊഴിൽ നൈപുണ്യ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു.
1 എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഒഴിവൊന്ന് യോഗ്യത MBA MSW എഞ്ചിനീയറിംഗ് ബിരുദം പരിചയം 1 വർഷം പ്രായം 25 തൊട്ട് 40 വയസ്സ് ശമ്പളം 40,000 രൂപ 2 എക്സിക്യൂട്ടീവ് പ്ലേസ്മെൻറ്റ് ഒഴിവൊന്ന് യോഗ്യത MBA MSW എഞ്ചിനീയറിംഗ് ബിരുദം പരിചയം 1 വർഷം പ്രായം 25 തൊട്ട് 40 വയസ്സ് ശമ്പളം 40,000 രൂപ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഒഴിവൊന്ന് യോഗ്യത MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ തത്തുല്യം പരിചയം 1 വർഷം പ്രായം 25 തൊട്ട് 40 വയസ്സ് ശമ്പളം 40,000 രൂപ അടുത്തത് ഡിസ്ട്രിക്ട് സെയിൽസ് കോർഡിനേറ്റർ ഒഴിവ് 4 യോഗ്യത MBA MSW എഞ്ചിനീയറിംഗ് ബിരുദം പരിചയം 1 വർഷം പ്രായം 25 തൊട്ട് 40 വയസ്സ് ശമ്പളം 30,000 രൂപ താൽപ്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സെപ്റ്റംബർ 7 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 44 തസ്തികകളിൽ നിയമനത്തിന് വിജ്ഞാപനം പുറത്തിറക്കി. 15 തസ്തികകളിൽ നേരിട്ടുള്ള നിയമനം, 6 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും 19 തസ്തികയിൽ NCA നിയമനവുമാണ്. നേരിട്ടുള്ള നിയമനം വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയിൽ 33 ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ സംഗീത കോളേജ് സ്റ്റുഡിയോ അസിസ്റ്റൻറ്റ്, പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ വകുപ്പിൽ ഫിംഗർ പ്രിൻറ്റ്സ് സെർച്ചർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോ കെമിസ്റ്റ്, പവർ ലോണ്ടറി അറ്റൻഡർ, കേരാഫെഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അനലിസ്റ്റ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് സെക്രട്ടറിയൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തമിഴ്, ഭാരതീയ ചികിത്സാ വകുപ്പിൽ ആയുർവേദ തെറാപ്പിസ്റ്റ്, ഭൂജല വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ, ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഇലക്ട്രീഷ്യൻ, കമ്പനി കോർപ്പറേഷൻ ആൻഡ് ബോർഡ് തുടങ്ങിയവ. പട്ടികജാതി വർഗ്ഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, വനിതാ ശിശുവികസന വകുപ്പിൽ ICDS സൂപ്പർവൈസർ ഉൾപ്പെടെ 4 തസ്തികകളിൽ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം, കേരള ജനറൽ സർവീസ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ, KSFEയിൽ പ്യൂൺ ആൻഡ് വാച്ച്മാൻ തുടങ്ങിയവ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 4 രാത്രി 12 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.keralapsc.gov.in സന്ദർശിക്കുക. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള തൃശ്ശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ യോഗ്യരായ അപേക്ഷകരിൽ നിന്നും ഇനി പറയാൻ പോകുന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. തസ്തിക ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അസിസ്റ്റൻ്റ് കുക്ക്. വിവിധ തസ്തികകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും നോക്കാം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അക്കോമഡേഷൻ വിജയിച്ചിരിക്കണം. കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ ഓപ്പറേഷൻ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ. 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലോ ഉള്ളതുമായ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിങ്ങിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയം. അസിസ്റ്റൻറ്റ് കുക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്. 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലിൽ കുക്ക് ആൻഡ് അസിസ്റ്റൻറ്റ് കുക്കായി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. വയസ്സ് ഈ പറഞ്ഞ തസ്തികകളിലേക്ക് 18 തൊട്ട് 36 വയസ്സിന് ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് അനുവദനീയമാണ്. നിബന്ധനകൾ: ഈ പറഞ്ഞ തസ്തികയിലേക്കുള്ള നിയമനം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കോപ്പികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. എഴുത്തു പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് സ്വന്തം ചിലവിൽ ഹാജരാകേണ്ടതാണ്. നിയമനം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9/2024 വൈകുന്നേരം 5 മണിയായിരിക്കും.
ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.